ഹായ്, ഇന്ന് കാത്തി ഗാർഷ്യ മോലിന സംവിധാനം ചെയ്ത ഒരു ഫിലിപ്പൈൻസ് മൂവി പരിചയപ്പെടുത്തി തരാം. ഹലോ ലവ് ഗുഡ് ബൈ. ഒരു കിഡിലൻ ആയിട്ടുള്ള ഒരു ലവ് സ്റ്റോറിയാണ് ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്നത്. എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അതായത് ഈ സിനിമ ഫിലിപ്പൈൻ മൂവിയാണ്. ഹോങ്കോങ്ങിലാണ് ഈ സിനിമ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സിറ്റികളിലും അതുപോലെ തന്നെ ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ധാരാളം ഫിലിപ്പൈൻസുകാർ നമ്മുടെ നാട്ടിലൊന്നും ജോലി ചെയ്യുന്നുണ്ട് അല്ലേ. ഗൾഫിൽ ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫിലിപ്പൈൻസ് വെച്ചാൽ അത്യാവശ്യം ദാരിദ്ര്യമുള്ള രാജ്യമാണ്. അപ്പോൾ ആ നാട്ടുകാർ ലോകത്തിൻ്റെ പല വികസിത രാജ്യങ്ങളിലും പോയിട്ട് ഈ രീതിയിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഹോങ്കോങ്ങിൽ വന്ന് ജോലി ചെയ്യുന്ന ഒരുപാട് ഫിലിപ്പൈൻസുകാരിൽ ഒരാളാണ് നമ്മുടെ ജോയ് എന്ന് പറയുന്ന കഥാപാത്രം. ജോയ് ഒരു ചെറുപ്പക്കാരിയാണ്. അപ്പോൾ ഇവൾക്ക് വീട്ടിൽ അത്യാവശ്യം നല്ലോണം ദാരിദ്ര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്യാവശ്യം നല്ലോണം ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഹോങ്കോങ്ങിൽ ഒരു പെർമിറ്റ് എടുത്തിട്ട്, അതായത് ഡൊമസ്റ്റിക് ഹെൽപ്പർ എന്നുള്ള ജോലി ചെയ്യാനായിട്ട് വന്ന ആളാണ് ഇവർ. പക്ഷേ ഇവർക്ക് അത്യാവശ്യം നല്ല വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കറിയാലോ നമ്മുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചിട്ടുള്ള ജോലിയൊന്നും നമുക്ക് ഒരിക്കലും കിട്ടില്ല. പ്രത്യേകിച്ച് ഈ ദാരിദ്ര്യമുള്ള രാജ്യങ്ങളിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരുടെ എല്ലാവരുടെയും അവസ്ഥ ഇങ്ങനെ തന്നെയാണ്, സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ അവസ്ഥ. അപ്പോൾ അതുപോലെ ഹോങ്കോങ്ങിലേക്ക് വന്ന്, അതായത് ഡൊമസ്റ്റിക് ഹെൽപ്പർ എന്നുള്ള ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ട് പകൽ സമയത്തൊക്കെ ഇതുപോലെ വീട്ടിൽ ജോലി ചെയ്യും. പക്ഷേ രാത്രി സമയങ്ങളിൽ മറ്റ് പല ജോലികളൊക്കെ ചെയ്ത് ഇവരുടെ ചിലവും കാര്യങ്ങളൊക്കെ നോക്കി ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്നൊരു ചെറുപ്പക്കാരിയാണ് നമ്മുടെ ജോയ്. അങ്ങനെ ഒരു ദിവസം രാത്രി ഇവരിങ്ങനെ വേറെന്തോ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലീസുകാരിങ്ങനെ അന്വേഷിക്കും. അതായത് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ പെർമിറ്റ് എടുത്ത് വരുന്ന ആൾക്കാർ മറ്റെന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ഈ ഹോങ്കോങ്ങിലെ പോലീസുകാർ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. ഇവർ വേറെ എന്തെങ്കിലും ജോലിക്ക് പോകുന്നുണ്ടോ, വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ പെർമിറ്റിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടും അവിടെ നിൽക്കുന്ന ആൾക്കാരുണ്ടോ, ഇതൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ പോലീസുകാർ വരുന്ന സമയത്ത് ഇവൾക്ക് മനസ്സിലാകും ഇവളെ പിടിക്കാൻ വേണ്ടി വരുന്നതാണ് മനസ്സിലാകും. ഇവളോട് രക്ഷപ്പെടും. അങ്ങനെ രക്ഷപ്പെട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒളിച്ചിരിക്കുന്ന സമയത്താണ് ഈ സിനിമയിലെ ഹീറോ ഈതൻ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്, ഈതനെ പരിചയപ്പെടുന്നത്. അങ്ങനെ ഈതനും ജോയും കണ്ടുമുട്ടും, അവർ ഫ്രണ്ട്സ് ആകും. പിന്നെ അതൊരു നല്ലൊരു റിലേഷൻഷിപ്പിലേക്ക് പോകും. ശരിക്കും ആ റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന സ്ഥലത്താണ് ഈ സിനിമയുടെ ഏറ്റവും കോർ എന്നൊക്കെ പറയാൻ പറ്റുന്നൊരു ഭാഗമുള്ളത്. ശരിക്കും ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരുപാട് ഡയലോഗ്സും സിറ്റുവേഷൻസും ആ ഭാഗത്തൊക്കെ കടന്നു വരുന്നുണ്ട്. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്, ഒരു ക്രിഞ്ച് ഇല്ലാതെ, ഒരു ലാഗ് ഇല്ലാതെ, വളരെ നാച്ചുറലായിട്ട് ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഇമോഷനും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഡയറക്ടർ വളരെ ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തു വെച്ചിട്ടുള്ളത്. വളരെ കിടിലമായിട്ടൊരു സിനിമയാണ്. ശരിക്കും അത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ശരിക്കും ഇത് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. പ്രത്യേകിച്ച് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ കൂടി പോകുന്ന ആൾക്കാർക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സീൻസും ഡയലോഗ്സ് ഒക്കെ ഈ സിനിമയിൽ കയറി വരുന്നുണ്ട്. ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കാര്യമാണ് ഈ സിനിമയിൽ പറയുന്നത്. അതുപോലെ തന്നെ ഈതനും അത്ര വലിയ റിച്ച് ആയിട്ടുള്ള ആളെന്നല്ല. ഈതനും അതുപോലെ തന്നെ തട്ടിമുട്ടിയൊക്കെ ജീവിച്ചു പോകുന്ന ഒരാളാണ്. അതായത് ഒരു ഘട്ടം എത്തുന്ന സമയത്ത് നമുക്കറിയാം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും. പക്ഷേ ആ ആഗ്രഹത്തിന് പുറകെ ഓടുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ ഇമോഷൻസിനെ അല്ലെങ്കിൽ നമ്മുടെ ചെറിയ ബേസിക് ആയിട്ടുള്ള ചില നീഡ്സിനെയൊക്കെ നമുക്ക് പലപ്പോഴും വേണ്ടാന്ന് വെക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ കയറി വരുന്നുണ്ട്. അപ്പോൾ ഈ ജോയിയുടെ ഒരു ആഗ്രഹം എന്താ വെച്ചാൽ കുറച്ച് നാൾ ഹോങ്കോങ്ങിൽ ജോലി ചെയ്തതിന് ശേഷം എങ്ങനെയെങ്കിലും കാനഡയിലേക്ക് രക്ഷപ്പെടണം. എന്നിട്ട് കാനഡയിൽ സെറ്റിൽ ആയതിനു ശേഷം ഇവളുടെ നാട്ടിലുള്ള ഫിലിപ്പൈൻസിലുള്ള അനിയനെയും അനിത്യയും അച്ഛനെയൊക്കെ കാനഡയിൽ കൊണ്ടുവന്ന് സെറ്റിൽ ചെയ്യിക്കണം എന്നാണ് ഇവളുടെ ആഗ്രഹം. ഓക്കെ, അതൊക്കെ സിനിമ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകും. ഇവളുടെ ആഗ്രഹങ്ങളൊക്കെ ഒരു ഘട്ടത്തുന്ന സമയത്ത് പൊളിഞ്ഞ് പാളിസായി പോകുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന, നമുക്ക് നിരന്തരം പരിചയമുള്ള സിറ്റുവേഷൻസും ഡയലോഗ്സും ഒക്കെ കയറി വരുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രണയ കഥയാണ് ഹലോ ലവ് ഗുഡ് ബൈ. കാണുക, അടിപൊളി പടമാണ്.